നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ 8-ന് വരുന്ന കോടതി വിധി ഉറ്റുനോക്കിയാണ് കേരളം. എട്ടാം പ്രതി ദിലീപ് വിധി നിർണായകമാണ്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപാണെന്ന് തെളിഞ്ഞ ശിക്ഷ ഉറപ്പ്. നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ 7 വർഷമായി തുടരുന്ന ആരോപണങ്ങൾക്ക് അവസാനമുണ്ടാകും. അത്യന്തം നാടകീയമായിട്ടാണ് ഈ കേസിന് തുടക്കം മുതൽ അങ്ങോട്ട് പോയത്. മൊഴി മാറ്റിയതിന് ഏറെ നിർണായക തെളിവുമായി ബാലചന്ദ്ര രംഗത്ത് വന്നപ്പോൾ ചാനൽ ചർച്ച കേസ് വീണ്ടും സജീവമായി. പൾസർ സുനി അടങ്ങുന്ന സംഘമാണ് കൊച്ചി നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. ഇത് ക്വട്ടേഷനാണെന്ന് പൾസർ സുനി നടിയോട് പറഞ്ഞിട്ടുമുണ്ട്. നടി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയന്ന് നിയമ നടപടിക്ക് പോകില്ലെന്നാണ് പ്രതികൾ കരുതിയത്. എന്നാൽ ഈ ധാരണ പിഴച്ചു. നടി അന്ന് രാത്രി തന്നെ പോലീസിൽ പരാതിപ്പെട്ടു. പ്രമുഖ വിഷയത്തിൽ ഇടപെട്ടു. ഏറ്റവും ധീരമായ നടിയുടെ നീക്കം പ്രതികളുടെ കണക്കുകൂട്ടലുകളെല്ലാം ഇല്ലാതാക്കി. അതിജീവിതയ്ക്ക് വേണ്ടി സിനിമാ രംഗത്തെ പലരും സംസാരിച്ചു. ചിലർ പിന്നീട് നിലപാടിൽ മയം വരുത്തി, ചിലർ മൗനം പാലിച്ചു. എന്നാൽ നടി മഞ്ജു വാര്യരുടെ വാക്കുകളാണ് കേസിൽ തുടക്കത്തിൽ ഏറ്റവും നിർണായകമായത്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വേദിയിൽ സംസാരിക്കുകയായിരുന്നു നടി. ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്ന ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ പ്രവൃത്തിയും അങ്ങേയറ്റം പൂർണ്ണ പിന്തുണ നൽകി എന്നതാണ് നമുക്കിടയിൽ ചെയ്യാൻ സാധിക്കുക എന്നാണ് മഞ്ജു അന്ന് പറഞ്ഞത്. മഞ്ജുവിന്റെ വാക്കുകൾ കേസിലെ വലിയ ശക്തി പകർന്നു. അതിജീവിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മഞ്ജു. അന്ന് വേദിയിൽ മറ്റൊരു കാര്യവും കൂടി മഞ്ജു പറഞ്ഞു. ഒരു സ്ത്രീ വീടിന് പുറത്തും അകത്തും പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. ആ സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മഞ്ജു അന്ന് പറഞ്ഞു. ദിലീപ് അന്നും ആ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. കേസ് പിന്നീട് ദിലീപിലേക്ക് നീങ്ങി. ഒരു ഘട്ടത്തിൽ ദിലീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദിലീപിനെ അറസ്റ്റ് വാർത്ത അറിഞ്ഞ് മഞ്ജു ആമി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ് അന്ന് പുറത്തുവന്ന വാർത്ത. കേസിൽ ദിലീപിനെതിരെ ശക്തമായ മൊഴി നൽകിയ ഒരാളാണ് മഞ്ജു. മഞ്ജു ഉറച്ചു നിൽക്കുകയും ചെയ്തു.